തിരുവനന്തപുരം അമ്പൂരിയിൽ നിന്ന് രക്ഷപ്പെട്ട പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. ടാപ്പിംഗ് തൊഴിലാളി സുരേഷിനാണ് പരിക്കേറ്റത്. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം പതിവെന്ന് നാട്ടുകാർ പറയുന്നു. വള്ളിയിൽ കുടുങ്ങിയ പുലിയെ രക്ഷപ്പെടുകയായിരുന്നു ആദ്യം. ഈ പുലിയെയാണ് വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, തീർത്തും ജനവാസ മേഖലയാണ് കാണുന്നത്. അവിടെയാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. ഒരാൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം. പുലിയെ ഇപ്പോൾ 3 തവണ മയക്കുവെടി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുലിയെ മയക്കത്തിലേക്ക് പുലി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി ചേർന്ന് ആ പുലിയെ പിടികൂടി, അല്ലെങ്കിൽ വലകളുമായി എത്തി പുലിയെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയൊരു കുന്നിൻ പ്രദേശമാണ്. ആ വെടിവെച്ചതിന് ശേഷമുള്ള RRT ടീമിൻ്റെ ഉദ്യോഗസ്ഥരാണ് കടന്നു വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുലി പൂർണ്ണമായും മയങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥർ അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. എന്തായിരുന്നാലും നിലവിൽ അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും ആ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം നമുക്കൊന്ന് ആരായാൻ ശ്രമിക്കാം. ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ച് പ്രതികരിക്കുമോ? പുലിയേയും കൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുലിയേയും കൊണ്ട് വരികയാണ്. പുലി നമുക്ക് ഈ സമീപത്തായി നമുക്കറിയാം ആ വലയ്ക്കുള്ളിലാണ് പുലി ഉള്ളത്. പുലിയെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പുലിയെ പിടികൂടിയതിന് ശേഷം ഉദ്യോഗസ്ഥർ പുലിയുമായി ഇനി താഴേക്ക്, നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ മലമുകളിലാണ്. ആ മലമുകളിൽ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അമ്പൂരിയിൽ ഒരാളെ ആക്രമിച്ച ആ പുലി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. വലയ്ക്കുള്ളിലാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പുലിയെ താഴ്വാരത്തേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 പ്രാവശ്യമാണ് മയക്കുവെടി വെച്ചത്. മയങ്ങിയ പുലിയെ ആ വലയ്ക്കുള്ളിലാക്കി താഴ്വാരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ RRT ഉദ്യോഗസ്ഥർ നടത്തുന്നത്. വിനീഷ്, ആ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായി കാണാം. ആ വലയ്ക്കകത്ത് പുലി ഉണ്ട്. വിവരങ്ങൾ. ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ കരുതിയത് ഒരു ചെറിയ പുലിയായിരുന്നു. പക്ഷേ നിലവിൽ ഉദ്യോഗസ്ഥർ സമീപത്തേക്ക് എത്തി മയക്കുവെടി വയ്ക്കുന്ന ഘട്ടത്തിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ചിന്തിച്ചതിനും വലിയ ഉദ്യോഗസ്ഥർ അതിന് സമീപത്തേക്ക് എത്തി മയക്കുവെടി വയ്ക്കുന്ന ഘട്ടത്തിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ചിന്തിച്ചതിനും വലിയ പുലിയാണ്. നമുക്ക് ആ വലയ്ക്കുള്ളിൽ ഏകദേശം 4-5ഓളം ഉദ്യോഗസ്ഥർ ചേർന്നാണ് ആ പുലിയെ കൊണ്ടുപോകുന്നത്. എന്നാലും ഏറ്റവും വലിയ പുലി, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പ്രായമുള്ള പുലിയാണെന്ന് നമുക്കിപ്പോഴും കാണുമ്പോൾ ഇപ്പോൾ പുലിയെ പിടികൂടിക്കൊണ്ട് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ മലമുകളിൽ നിന്ന് ഈ പുലിയെ താഴേക്ക് എത്തിക്കുക എന്നത് വളരെ സാഹസികമായ ഒരു സാഹചര്യമാണ്. കാരണം ഏകദേശം റോഡ് എത്താനായിട്ട് ഏകദേശം 1 കിലോമീറ്ററിന് അടുത്തോളം ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പുലിയേയും കൊണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. എന്തായിരുന്നാലും ഇവിടെയുള്ള നാട്ടുകാരുടെ ഒരു ഭീതിക്ക് അതിന് ചെറിയ തോതിലെങ്കിലും ശമനം വന്നിരിക്കുകയാണ്. കാരണം പല ഘട്ടങ്ങളിലും നാട്ടുകാർ വലിയ രീതിയിലുള്ള ആക്ഷേപം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു. കാരണം ഇവരുടെ വീടുകളിലെ വളർത്തുമൃഗങ്ങൾ അടക്കമുള്ളവ പല ഘട്ടങ്ങളിലായി ചാകുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഈ പുലി പിടിച്ചുകൊണ്ടു പോകുന്ന സാഹചര്യം. വളർത്തുമൃഗങ്ങൾ നായയും ഉൾപ്പെടെ ആട് ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെയായിരുന്നു പല ഘട്ടങ്ങളിലായി ഈ പുലി പിടികൂടിയിരുന്നത്. അപ്പോൾ തന്നെ ആദ്യഘട്ടം മുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. അന്നത്തെ തിരച്ചിലൊന്നും ഈ പുലിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് പുലിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും എക്സ്ക്ലൂസീവ് ആയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനൻ TV പുറത്ത്. അതാണ് വിനീഷ് ഏറ്റവും പ്രധാനം. ജനൻ TV മാത്രമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ഈ ദൃശ്യങ്ങൾ ജനം TVക്ക് മാത്രം ഉള്ളതാണ്. നമ്മുടെ എക്സ്ക്ലൂസീവ് വാർത്തയും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പൂരിയിൽ നിന്ന് രക്ഷപ്പെട്ട പുലി, ആ പുലിയാണ് ഇപ്പോൾ RRT സംഘത്തിന്റെ മയക്കുവെടി വെച്ച് ആ വലയിലാക്കി താഴ്വാരത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ജനൻ TV ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. വിനീഷ്, ഈ പുലിയെ ഇനി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്കുണ്ടോ? തിരുവനന്തപുരത്ത് അമ്പോരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ
അമ്പൂരിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് RRT സംഘം കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ആ പുലിയെ വലയ്ക്കുള്ളിലാക്കി ഏതാണ്ട് ഇനി 1 കിലോമീറ്റർ ദൂരം നടന്ന് ഈ താഴ്വാരത്ത് എത്തിയാൽ മാത്രമേ ഈ പുലിയെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ പുലിയുടെ ആക്രമണത്തിൽ രാവിലെ ഒരു ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നു. സുരേഷ് എന്നയാൾക്കാണ് പരിക്കേറ്റത്. ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നേരത്തെ വള്ളിയിൽ കുടുങ്ങി ഈ പുലി രക്ഷപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇപ്പോൾ ആ പുലിയെ പിടികൂടിയിരിക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, RRT സംഘം. വിനീഷ്, തുടരാം. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങളിൽ പുലിയെ കൊണ്ടുപോകുന്നത് RRT സംഘത്തിന്റെ രാവിലെ മുതലുള്ള വലിയൊരു പ്രയത്നം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഈ പുലി കുടുങ്ങിക്കിടന്നിരുന്നത് ഒരു വള്ളികളിലാണ്, കാട്ടുവള്ളികളിലാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ സമീപത്തേക്ക് എത്താൻ സാധിച്ചില്ല. കാരണം ഇത് ഏത് തരത്തിൽ അക്രമം സൃഷ്ടിക്കുമെന്ന് സംബന്ധിച്ചുള്ള ഒരു കൃത്യത ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായി RRT ടീം ഈ പുലിയുടെ സമീപത്തേക്ക് പോയി നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ പോലും ഈ പുലി വലിയ രീതിയിൽ ഗർജിക്കുന്നത്, അത് വലിയ ശബ്ദമായി നമ്മൾ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും 5 അംഗ RRT സംഘം ഈ പുലിയുടെ അടുത്തേക്ക് പോകുമ്പോൾ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്ന സംഘം പുലിയുടെ അടുത്തേക്ക് പോകുമ്പോൾ പുലി അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. തൊട്ട് സമീപത്ത് വച്ച് തന്നെ വീണ്ടും പിന്നാലെ ഉദ്യോഗസ്ഥർ RRT ടീം പിന്നാലെ പായുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. തുടർന്ന് അപ്പോൾ തന്നെ ആദ്യ മയക്കുവെടി വെച്ചു. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും പുലി ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ചത് വലിയ ഭാരമില്ലാത്ത പുലിയായിരിക്കും എന്നതാണ്, വലിയ വളർച്ചയില്ലാത്ത പുലിയായിരിക്കുമെന്നാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ചതിൽ നിന്നും വലിയ ഭാരമുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മയക്കുമരുന്ന് വയ്ക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നില്ല. തുടർന്ന് വീണ്ടും 2 തവണ പുലിക്ക് നേരെ മയക്കുവെടി വെക്കുന്ന ഘട്ടമുണ്ടായി. അതിനുശേഷമാണ് പുലി ഒരു തരത്തിലെങ്കിലും പുലിക്ക് മയക്കത്തിലേക്ക് കടക്കാൻ പുലി നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന് തൊട്ടു പിന്നീട് പുലിയെ വലയിലാക്കി ഉദ്യോഗസ്ഥർ RRT ടീം ഇപ്പോൾ വാഹനത്തിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ്. വളരെ പെട്ടെന്ന് അവർ താഴേക്ക് ഇറങ്ങി ആ വാഹനത്തിലേക്ക് നീക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ മേഖലയിലുള്ളവർ പല ഘട്ടങ്ങളിലായി വലിയ രീതിയിലുള്ള പരാതികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകിയിരുന്നു. കാരണം ഇവിടെ ഒരു പുലിയുടെ സാന്നിധ്യമുണ്ട്, പുലി ഉണ്ട് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു തിരച്ചിലും പുലിയുടെ സാന്നിധ്യം അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ വലിയൊരു സംശയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുണ്ട്. കാരണം നേരത്തെ ഇവിടെയുള്ള വനവാസികൾ പറഞ്ഞതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് എടുത്തു പറയേണ്ടതുണ്ട്. ഇവരുടെ വീടുകളിലെ വളർത്തുനായകളെയും ഒപ്പം തന്നെ ആടിനെയൊക്കെ പുലി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ കൂട് സ്ഥാപിക്കാമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാരെ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ കൂട് സ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വിനീഷ്, ആ ദൃശ്യങ്ങളിൽ കാണുന്നു ആ പുലിയെ ആ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ വലയ്ക്കുള്ളിൽ കുടുങ്ങിയ പുലിയെ ആ പ്രത്യേക കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ RRT സംഘം ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങോട്ടേക്കാണ് ഈ പുലിയെ എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ പുലിയുടെ ആക്രമണത്തിൽ ഒരു ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായത്. വിനീഷ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പരിപൂർണമായും ജനവാസ മേഖലയാണ്. ആ കുന്നിറങ്ങി താഴോട്ട് വരുമ്പോൾ ഒരുപാട് വീടുകളുണ്ട്. ഈ റബ്ബർ തോട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ടാപ്പിങ്ങിനായി നിരവധി പേർ എത്തുന്നുണ്ട്. അങ്ങനെ തീർത്തും ജനവാസ മേഖലയിൽ വലിയ ശല്യക്കാരനായി മാറിയ പുലി, അവിടെ വലിയ അപകടം വിതച്ചേക്കാവുന്ന പുലിയെയാണ് ഇപ്പോൾ RRT സംഘം മയക്കുവെടി വെച്ച് കീഴ്പ്പെടുത്തി വലയ്ക്കുള്ളിലാക്കി ഇപ്പോൾ കൂട്ടിനകത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ആ പുലിയെയും കൊണ്ട് RRT സംഘം അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു വിവരങ്ങൾ വിനീഷ്. തീർച്ചയായിട്ടും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ മലമുകളിൽ നിന്ന് താഴേക്ക് എത്തി പുലിയെ കൊണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രതികരണം ലഭിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കൂ ആ പുലിയെ എവിടേക്കാണ് മാറ്റുന്നത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായിരുന്നാലും നമുക്ക് വലിയ ആശങ്കകൾ മാറിയിരിക്കുന്നു. നാട്ടുകാർ ആശ്വാസത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. വലിയ ആശ്വാസകരമായ വാർത്തയാണ് അമ്പൂരിയിൽ നിന്നും വരുന്നത്. അവിടെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലിയെ, ഒരു വൻ പുലിയാണ് ആ വലയ്ക്കുള്ളിൽ അകപ്പെട്ട് ഇപ്പോൾ RRT സംഘം പ്രത്യേക കൂട്ടിലേക്ക് മാറ്റി ആ
പുലിയെ അവിടെ നിന്നും മാറ്റിയിരിക്കുന്നത്. വലിയ തോതിൽ ഭീതിജനകമായ ഒരു സാഹചര്യം അവിടെ നിലനിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നാട്ടുകാർ വലിയ പരാതി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. ഉണ്ടാകുന്നത് നമുക്ക് കുറച്ചുപേരും കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. നാട്ടുകാരൊക്കെ ഈ ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ പോലും ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങൾ നമുക്ക് ആരായാൻ സാധിച്ചിരുന്നില്ല. നമുക്ക് ഇവിടെയുള്ള കുറച്ച് മറ്റു നാട്ടുകാരോട് കൂടി വിവരങ്ങൾ ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഈ പുലിയെ കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇവിടെ തൊട്ട് സമീപത്തായി നാട്ടുകാരുണ്ട്. അവരുടെ അടുത്തേക്കൊക്കെ ചോദിക്കാം. മോനെ ഇവിടെ ഉള്ളല്ലേ? ഇല്ല ഇല്ല, അവിടെ പിടിക്കും മുന്നേ പേടി ഉണ്ടായിരുന്നു. പിടിച്ചപ്പോഴത്തേക്ക് ചെറിയ ആശ്വാസമുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിടിച്ചിട്ടുണ്ടോ ഇവിടെ? എങ്ങനെ നായ്ക്കളൊക്കെ ഒരുപാട് പിടിച്ചോണ്ട് പോയിട്ടുണ്ട് വളർത്തുമൃഗങ്ങളെയൊക്കെ. അപ്പൊ എങ്ങനെയാണ് എന്താ എവിടെ കൊണ്ടുപോയെന്ന് സംബന്ധിച്ചുള്ള വിവരം എന്തെങ്കിലും? അതൊന്നും അറിയാൻ പറ്റത്തില്ല. അത് തിന്നാൻ ആഹാരം കഴിക്കേണ്ടത് കൊണ്ടുപോകുന്നു, തിന്നുന്നു, കളയുന്നു. അത് വിശക്കുമ്പോൾ വീണ്ടും വരുന്നു, നായ പിടിക്കുന്നു, കൊണ്ടുപോകുന്നു. സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സ്ഥിര സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സ്ഥിരം സംഭവമാകുന്ന ഒരു സാഹചര്യം ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. നമുക്ക് കൂടുതൽ പേരിലേക്ക് കൂടി പോകാം. മോനെ പേരെന്തായിരുന്നു? അക്ഷയ്. അക്ഷയ് എവിടെ? ഇവിടെ ഉള്ള എന്താ ഒരു ഭയമൊക്കെ മാറി? ഈ വീട്ടിലേതെങ്കിലും വളർത്തുമൃഗങ്ങളെ പിടിച്ചിട്ടുണ്ടോ? പട്ടികളെ തന്നെ പിടിച്ചിട്ടുണ്ടോ? മോന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ടോ? നമ്മളവിടെ എന്റെ വലിയച്ഛന്റെ വീട്ടിൽ നിന്നൊക്കെ പട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഭയം ഇപ്പൊ മാറിയിരിക്കുകയാണ്. ഇപ്പൊ മാറി, ഇപ്പൊ കുഴപ്പമില്ല. എന്താണ് അടുത്ത വന്യമൃഗങ്ങളിലൊക്കെ സ്ഥിരം ഇങ്ങനെ ഇവിടെ ഇറങ്ങാറുണ്ടാകാം? പന്നി, പോത്തൊക്കെ ഇറങ്ങാറുണ്ട്. അത്തരത്തിൽ ഒരു പോത്തും പന്നിയൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലൂടെ ചോദിക്കാമോ? സ്ഥിരമായി അവിടെ കാണുന്ന ഈ പുലി തന്നെയാണോ, ഈ പുലിയെ തന്നെയാണോ അവിടെ നാട്ടുകാർ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നത്? അതാണോ ഇപ്പോൾ വലയിലായിരിക്കുന്നത്? അത് നമുക്ക് ചോദിക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ഒരു വാർഡ് മെമ്പറുണ്ട്. ആ വാർഡ് മെമ്പർ ആയിരുന്നു ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലൂടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത്. താങ്കളാണല്ലോ ആദ്യമായിട്ട് പുലി താങ്കളുടെ വാഹനത്തിന് മുന്നിലൂടെ ചാടി എന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നത്. ഈ പുലിയാണോ? ഇത്ര സൈസ് ഉള്ളതാണോ? അതെ അതെ ആണ്, ഇതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതെ, നമ്മളെ കുറ്റിച്ചൽ RRT അറിയിച്ചു. RRT തിരിച്ചു പോകുക, പക്ഷേ പുലിയെ പിടിക്കുകയോ മറ്റുള്ള ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ജനങ്ങൾക്ക് ആശങ്കയായിരുന്നു. പക്ഷേ ഈ കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ആദ്യം ഒന്ന് ഭയപ്പെട്ടു അല്ലേ?